ഹായ്. നേരത്തെ ലൈവ് വന്നപ്പോൾ കട്ടായി പോയി. ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എൻ്റെ മുഖപുസ്തക മിത്രങ്ങളോടും ശത്രുക്കളോടും പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ലൈവിൽ വന്നത്. ഒരു മാർച്ച് മാസം മുതൽ എനിക്കെതിരെ അനാവശ്യങ്ങളും അപവാദങ്ങളും ഒക്കെ നിങ്ങളൊക്കെ എഴുതി വിടുന്നുണ്ട്. ഒരു പരാതിയില്ല, ചെയ്തോളുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ സംസ്കാരം. പിന്നെ ഞാൻ ചീത്ത വിളിച്ചു, ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പലരും ഇപ്പോൾ അതൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ കേരള ബ്രേക്കിംഗ് ന്യൂസ് വീക്ക്ലി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. അത് പ്രിന്റഡ് വീക്ക്ലിയാണ്, അതൊരു ഓൺലൈൻ വീക്ക്ലി അല്ല. ഓൺലൈൻ പേജ് ഉണ്ടായിരുന്നു, ഇപ്പം നമ്മളത് ഡൗൺ ആക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ പത്രത്തെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം വന്നുകൊണ്ട് ആ പേജ് തന്നെ നമ്മൾ ഡൗൺ ആക്കി കളഞ്ഞു. വേണ്ട എന്നുള്ള എൻ്റെ ഡിസിഷനാണ്. പക്ഷേ നിലവിൽ എൻ്റെ ശത്രുക്കളെന്ന് ഭാവിക്കുന്നവരോ അല്ലെങ്കിൽ മിത്രങ്ങളോ ആരായാലും എനിക്കതറിയേണ്ട കാര്യമില്ല. അവർ പറയുന്നു കേരള ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ മറവിൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നടത്തുന്നതെന്ന് പറയുന്നു. അത്തരത്തിലുള്ളവരെ ഇപ്പോൾ സമയം 3:25 ഈ സമയത്ത് പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് വെല്ലുവിളിക്കുകയാണ്. കേരള ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന വീക്ക്ലി ന്യൂസ് പേപ്പറിൻ്റെ ചീഫ് എഡിറ്ററായ ഫിജോ ജോസഫ് എന്ന ഫിജോ ഹാരിഷ് എന്ന ഞാൻ ₹1 എങ്കിലും ആരെയെങ്കിലും പത്രത്തിൻ്റെ പേരിലോ പത്രത്തിൻ്റെ പരസ്യത്തിൻ്റെ പേരിലോ പത്രത്തിലെ വാർത്തകളുടെ പേരിലോ എപ്പോഴെങ്കിലും തട്ടിച്ചതായിട്ടോ വെട്ടിച്ചതായിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവുകളോ അത്തരത്തിൽ ആരോപിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സാധ്യമായ എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ച് എനിക്കെതിരെ കേസ് കൊടുക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല വ്യക്തികളോടും ഓരോരുത്തരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് പേര് പറയത്തില്ല. ഈ ആരോപണം കൊണ്ടുവരുന്ന സകല വ്യക്തികളോട് ഞാൻ പറയുന്നു, എൻ്റെ പത്രത്തിൻ്റെ പേരിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിലെ അതിലെ ഏറ്റവും പുതിയ സ്റ്റാഫ്, കേരള ബ്രേക്കിംഗ് ന്യൂസ് കുടുംബത്തിലെ നവജാത ശിശുക്കളെങ്കിലും ₹1 തട്ടിപ്പോ വെട്ടിപ്പോ ബ്ലാക്ക് മെയിലിങ്ങോ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ എൻ്റെ ജീവിതവും എൻ്റെ മാധ്യമ പ്രവർത്തനവും എൻ്റെ ജീവനും ഞാൻ ഇതുപോലെ ഒരു ലൈവ് ഷോ ഇട്ട് അവസാനിപ്പിച്ചു തരാം നിങ്ങളുടെ മുൻപിൽ. അത് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം നിങ്ങളൊക്കെ പറയുന്ന തട്ടിപ്പ് വെട്ടിപ്പ് ബ്ലാക്ക് മെയിലിംഗ് ആരോപണങ്ങൾക്ക് ഈ കാണുന്ന മുടിയുണ്ടല്ലോ, ഇത് ചുമ്മാ തിരിയിൽ വെച്ച് കത്തിച്ച് കളയുമ്പോൾ വരുന്ന അതിൻ്റെ മണത്തിൻ്റെ ഒരു വില പോലും ഞാൻ കൊടുക്കില്ല. ഇത്ര പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ എടുത്ത് ആരെങ്കിലും വല്ല ഓൺലൈൻ പോർട്ടലിൽ കൊണ്ടുപോയിട്ട് അതെൻ്റെ കുറ്റമല്ല, അത് ഇടുന്നവനോട് ചോദിക്കണം. ചുമ്മാ നാണമില്ലേ ഈ ഫേസ്ബുക്കിൽ അപവാദ കഥ എഴുതി? നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തിന് എൻ്റെ മുമ്പിൽ ഒന്ന് വന്ന് നിന്നിട്ട് എടി നീ ഇങ്ങനല്ലേന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഇല്ലല്ലോ. വൃത്തികെട്ട ജന്മങ്ങൾ. ഇതാരെയും പേടിപ്പിക്കാനും വഴക്കുണ്ടാക്കാനൊന്നും അല്ല ഞാൻ വന്നത്. ഞാൻ എൻ്റെ കോൺഫറൻസിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഭാരത മഹാരാജ്യത്തെ സാധ്യമായ എല്ലാ നിയമ സംവിധാനങ്ങളും നിങ്ങൾ എനിക്കെതിരെ ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ എനിക്കെതിരെ കേസ് കൊടുക്കാം. അവിടെയെല്ലാം എൻ്റെ നിരപരാധിത്വം ഞാൻ വന്ന് തെളിയിച്ചോളാം. അല്ലാതെ ഒരുത്തരെയും എനിക്ക് പേടിയില്ല. എനിക്ക് ജന്മം തന്ന എൻ്റെ അപ്പൻ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ, എന്നെ സ്നേഹിച്ച എൻ്റെ കൂടപ്പിറപ്പുകൾ, എനിക്ക് ജീവിതം തന്ന എൻ്റെ ഭർത്താവ്, ഞാൻ ജന്മം നൽകിയ എൻ്റെ മക്കൾ, ഞാൻ ഭയപ്പെടുന്ന എൻ്റെ ദൈവം, അതിനപ്പുറത്തേക്ക്
ഒരാളുടെ വാക്കിനോ ഒരാളുടെ അപവാദത്തിനോ ഒരാളുടെ ജൽപ്പനങ്ങൾക്കോ ഫിജോ പുല്ലു വില പോലും കൊടുക്കില്ല. മനസ്സിലായോ? പിന്നെ ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചൊരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടോ പലരുടെ ഇൻബോക്സിലൂടെ. ഞാൻ വിളിച്ചതാ. ചുമ്മാതിരിക്കുന്ന എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഇതിൻ്റെ അപ്പുറം വിളി കേൾക്കും. ഞാൻ ഇതുവരെ ആരുടെ ഇൻബോക്സിലേക്ക് അങ്ങോട്ട് ചെന്ന് പ്രൊവോക്ക് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വന്ന് മര്യാദയ്ക്ക് ഈ ആദ്യം തെറി വിളിക്കും, അപ്പൊ ഞാൻ പറയും പൊക്കോ, എനിക്ക് താല്പര്യമില്ലെന്ന് പറയും. നിർത്തത്തില്ല, വീണ്ടും തെറി വിളിക്കും, വീണ്ടും അപവാദം പറയും. എന്തൊരു ജന്മവാടി നീ, ചൂലെ, മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ വിളിക്കുമ്പോ അയ്യോ ചേട്ടാ ഇച്ചിരും കൂടെ വിളിക്കുക എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അതിന്റെ മറുപടി ഇങ്ങോട്ട് തരുന്ന എങ്ങനെയാണോ അതിന്റെ 16 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. അതാരായാലും ഞാൻ ചെയ്യും, എത്ര വലിയവനായാലും ഞാൻ പറയും. കാരണം ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആണും പെണ്ണുങ്ങളും ആയവരോട്, ആണും പെണ്ണും കെട്ടവരെന്ന് ഞാൻ വിളിക്കില്ല, അവർ മൂന്നാം ലിംഗക്കാര്, അവർക്കൊക്കെ സാധാരണ മനുഷ്യ ജീവിതങ്ങളുടെ വില ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആണും പെണ്ണും കെട്ടവരെന്ന് ഞാൻ വിളിക്കില്ല, അത് അവരെ ആക്ഷേപിക്കുന്നത് തുല്യമാണ്. അവര് മനുഷ്യരാണ്. അവർക്ക് പോലും തോന്നാത്ത, മനുഷ്യ ജന്മങ്ങൾക്ക് തോന്നാത്ത അത്ര വൃത്തികേടുകൾ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന അഭിനവ ചാരിറ്റി പ്രവർത്തകരും അഭിനവ എഴുത്തുകാരും അഭിനവ രാഷ്ട്രീയക്കാരും, പിന്നെ സുക്കർബർഗ് ഏതോ ഒരു സമയത്ത് അങ്ങേറെ അബദ്ധത്തിന് കണ്ടുപിടിച്ചു പോയ മുഖപുസ്തകത്തിന്റെ ദുരുപയോഗത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സൈബർ മാനസിക രോഗികളും, അവരെ പോലെ ഉള്ളവരെ ഞാൻ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കെതിരെ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ എനിക്കെതിരെ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ എനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ നഗ്ന ഫോട്ടോകൾ പ്രചരിപ്പിക്കുക. ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ പോലും ഇല്ലെന്ന് പറയണു. പിന്നെ ഈ നഗ്ന ഫോട്ടോകൾ പ്രചരിപ്പിക്കും എന്ന് പറയുന്നവനൊക്കെ അവന്റെ ഭാര്യമാരുടെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ തലവെട്ടി ഒട്ടിക്കുന്ന പ്രവണത ദയവ് ചെയ്ത് ഒഴിവാക്കണം. അതുകൊണ്ട് പറയുന്നു, ചിരിക്കുന്ന മുഖത്തോടെ ഉയർന്ന തലയോടെ ഭയക്കാത്ത മനസ്സോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ഏതെങ്കിലും രീതിയിൽ പത്രത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളോ അറിവുകളോ ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കുക. എവിടെ വേണമെങ്കിലും കൊടുക്കുക. രാഷ്ട്രപതിക്ക് കൊടുക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കുക, അതിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുക. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കഴിയുന്ന സംവിധാനങ്ങളിലെല്ലാം എനിക്കെതിരെ പരാതി കൊടുക്കുക. കേട്ടല്ലോ? ഞാൻ അവിടുന്ന് വേണ്ടുന്ന മാർഗങ്ങളിലൂടെ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ആരും ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. കേസ് കൊടുക്കേണ്ടവർക്ക് കേസ് കൊടുക്കുക, എന്നെ നേരിൽ നേരിടേണ്ടവർക്ക് നേരിൽ വരാം. അല്ലാത്തവനൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ഈ അപവാദം എഴുതിയിട്ട് എന്റെ മുമ്പിലേക്ക് വരരുത്. എന്റെ മുമ്പിൽ വരാൻ ധൈര്യമില്ലാത്ത അവന്മാരാണ് ഈ വൃത്തികേടുകൾ എഴുതിയിടുന്നത്. ആർക്കെങ്കിലും വരാൻ പറ്റുമെങ്കിൽ എന്റെ നേരെ വരിക. എന്റെ ഫേസ്ബുക്കില് എന്റെ സൗഹൃദങ്ങളുടെ ലിസ്റ്റില് എന്റെ അയൽവക്കക്കാരുണ്ട്, എന്റെ ബന്ധുക്കളുണ്ട്, എന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ രീതിയിൽ നിലനിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അവരാരും എന്റെ പോസ്റ്റുകളിൽ കമന്റ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ബാക്ക് സപ്പോർട്ട് ഇല്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നോ അങ്ങനെ ആ രീതിയിലൊന്നും ആരും ചിന്തിച്ചു പോകണ്ട. എന്നെ ഉപദ്രവിച്ച 8ന്റെ പണി ഞാൻ തരും. അത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ മോളിൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കിട്ടും, ഒരു സംശയമില്ല ആ കാര്യത്തില്. പിന്നെ എൻ്റെ നല്ല സുഹൃത്തുക്കള്, ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഈ പറയുന്ന ഇവന്മാരെ ഓരോ അപവാദം എഴുതിയിടുമ്പം അതിന്റെ സ്ക്രീൻഷോട്ടും കൊണ്ട് അവരെന്റെ മെസ്സേജ് ഇൻബോക്സിൽ അല്ലെ വാട്സാപ്പിൽ വന്നിട്ട് പറയും, ചേച്ചി ഇവനൊക്കെ പ്രാന്താ, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴും നിങ്ങളെ കുറിച്ച് അപവാദം എഴുതുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ശരിയെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആ വാക്ക് മാത്രം മതി, കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. എന്റെ പത്രത്തിന്റെ പേരിൽ ഞാൻ ബ്ലാക്ക് മെയിലിംഗ് നടത്തി എന്ന് നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കുക.
ഏത് സംവിധാനത്തിലും പരാതി കൊടുക്കുക. ഫിജോ നേരിടാൻ തയ്യാറാ. പിന്നെ എന്റെ കുടുംബകാര്യം, അത് ഫേസ്ബുക്ക് അല്ല തീരുമാനിക്കുന്നത്. ഫേസ്ബുക്കിലെ മുഖമില്ലാത്തവരല്ല തീരുമാനിക്കുന്നത്. എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ട്, അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്, എന്റെ കുടുംബം എന്റെ കൂടെയുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അത്രയും കാലത്തോളം എനിക്കതൊരു വിഷയമല്ല. നിങ്ങള് ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ല എന്നെ വേശ്യെന്ന് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ അല്ലാത്തടത്തോളം കാലം എനിക്കതൊന്നും ഫീൽ ചെയ്യാൻ പോണില്ല. കാരണം നിങ്ങൾ ഇപ്പൊ എന്നെ കയറിയിട്ട് ഐശ്വര്യ റോയ് എന്ന് വിളിച്ചാൽ ഞാൻ അതാവില്ല. ആ സെയിം സെൻസിൽ നെഗറ്റീവ് സൈഡിൽ നിങ്ങൾ എന്നെ വേശ്യെന്ന് വിളിച്ചാൽ ഞാൻ അതാവില്ല. അതുകൊണ്ട് എല്ലാ ശത്രുക്കളോടും പറയാണ്, ഫേസ്ബുക്ക് യുദ്ധം, നിങ്ങൾക്കെതിരെയുള്ള അപരാധം എഴുതലോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രതികരിക്കലോ ഫിജോ ഇപ്പൊ അവസാനിപ്പിക്കുവാണ്. ഇപ്പൊ ഇതാ ഈ നിമിഷം ഫിജോ നിർത്തുകയാണ്. എനിക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഈ സമൂഹത്തിലുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ സാമൂഹ്യ വ്യവസ്ഥിതികളിലുണ്ട്. അങ്ങനെ ഒരുപാട് ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ഈ 1 GB നെറ്റും ചാർജ് ചെയ്തിട്ട് ചുമ്മാ നാട്ടുകാരെ ചീത്ത വിളിക്കാനും ഈ മുത്തുജിപ്പിയിൽ കഥ എഴുതണ പോലെ എഴുതാനൊന്നും എനിക്ക് നേരമില്ല കുട്ടികളെ. നിങ്ങൾ എഴുതിക്കോളുക. എഴുത്തിന്റെ സൂക്കേടുകാരോട് ഒരഭ്യർത്ഥന. എന്റെ പൊന്നുമക്കള് തുള്ളൽപ്പാട്ടോ കഥകളിയോ ഒക്കെ എഴുതിക്കോളുക. ചേച്ചിക്ക് നേരമില്ല, ഒരുപാട് പണി വേറെ ഉണ്ട്. കേട്ടല്ലോ? എന്തെങ്കിലുമൊക്കെ ചെയ്തോളുക. എനിക്കതൊരു പ്രശ്നമല്ല. പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ദയവ് ചെയ്ത് എന്റെ ശത്രുപക്ഷം അവരുടെ ടൈം ലൈനിൽ ഛർദിച്ചു വെക്കുന്ന ആ ആ അഴുക്കും വിസർജ്യവും കൊണ്ടെന്ന് എന്റെ മെസ്സഞ്ചർ ഇൻബോക്സിലും എന്റെ വാട്സാപ്പിലും തള്ളരുത്. ദയവേത് തള്ളരുത്. എനിക്കിഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. പേടിച്ചിട്ടല്ല ഞാൻ. നമ്മൾ ഒരാളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന എപ്പോഴാ? നമുക്ക് അവരെ ഇഷ്ടമില്ലാത്തപ്പോഴാ, നമുക്ക് അവരെ അവഗണിക്കേണ്ടപ്പോഴല്ലേ നമ്മൾ ഒഴിഞ്ഞു പോവുക. അല്ലാതെ പേടിച്ചിട്ടാണോ? നമ്മളിപ്പോ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഒച്ചിനെ കാണുന്നു, അതിന്റെ ആ രൂപത്തോട് നമുക്കൊരു വെറുപ്പില്ലേ? അല്ലാതെ നമ്മൾ പേടിച്ചിട്ടാണോ ഒച്ചിനെ ഒഴിഞ്ഞു പോവുക, അതിനെ മാറിപ്പോവുക? അതുപോലെയാണ് ഈ പറയുന്ന ഈ അപരാധം എഴുതുന്ന ഫേസ്ബുക്കുകാരും ബാക്കിയുള്ള കുറെ ആളുകളും. എനിക്ക് താല്പര്യമില്ല. വഴിക്ക് ഞാൻ വിസർജ്യം കണ്ടാൽ ചവിട്ടാതെ മാറിപ്പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഈ പറയുന്ന മുഖപുസ്തകത്തിലെ കുറെ മുഖങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ട് നിങ്ങൾ എഴുത്ത് നിർത്തരുത്, എഴുതിക്കൊണ്ടേയിരിക്കണം. എന്നെ കുറിച്ച് അപരാധമെങ്കിലും എഴുതി നിങ്ങളുടെയൊക്കെ അക്ഷരത്തെറ്റ് മാറട്ടെ. മലയാളം നന്നായിട്ട് എഴുതാൻ പഠിക്കുമല്ലോ. കഷ്ടമുണ്ട് മക്കളെ. പോയി കഞ്ഞിക്ക് വക നോക്ക്. എന്റെ പുറകെ നടക്കാതെ ഞാൻ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ പുറകെ നടക്കുമ്പോഴും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ എന്റെ കുടുംബമൊത്ത് ഉല്ലാസയാത്രകൾ പോകുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ട്. എന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്റെ പുറകെ നടന്ന് നിങ്ങൾക്കൊന്നും നടക്കൂല. നിങ്ങൾ കുടുംബത്തിന് കഞ്ഞി കൊടുക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് പോകുന്ന വഴിയിൽ ഈ ഫോണും ഒരു ഹെഡ്ഫോണും ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിരുന്ന് പലതിനും പലയിടത്തും മറുപടി പറഞ്ഞെന്നിരിക്കും. നിങ്ങളൊക്കെ ഇതിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് വെറുതെ എന്റെ മക്കിട്ട് കയറിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോണ വഴിക്ക് ഇതെല്ലാം നടക്കും, എന്റെ കാര്യങ്ങളും എല്ലാം നടക്കും. പറഞ്ഞു കേട്ടല്ലോ? പിന്നെ തൊടുപുഴ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കിടന്ന് തുള്ളുന്നുണ്ട്. തൊടുപുഴ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു. അവര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഇടപെട്ടു. പിന്നെ SI ജോബിൻ ആന്റണിയെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞു. ജോബിൻ ആന്റണിയെയും കൂടെ ചേർത്ത് എനിക്കെതിരെ ഒരു മാസ് പെറ്റീഷൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കൂ. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചോ, എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ IG-യുടെ കൂടെ ഫ്ലവേഴ്സ് ചാനലിൽ ഞാൻ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതൊക്കെ ആ ചാനലുകാരുടെ സൗകര്യമാണ്, ആരെ പങ്കെടുപ്പിക്കണം ആരെ പങ്കെടുപ്പിക്കണ്ട എന്നുള്ളത്. അവര് വിളിച്ചു, ഞാൻ പോയി പങ്കെടുത്തു. ഇനി IG-യെ ചേർത്തിട്ട് കുറെ ആളുകൾ വൃത്തികേടുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ടൈം ലൈനിൽ കാണാം, ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നേട്ടന്മാരെ, 5 പിള്ളേരെയും കെട്ടിയോനെ നോക്കാനുള്ള നേരമില്ല. അതിനിടയ്ക്ക് വഴിയെ കൂടെ പോകുന്നവരുടെ മെക്കിട്ട് കയറാൻ എനിക്ക് നേരമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, എന്നെ ഉപദ്രവിക്കാതിരിക്കുക. എന്റെ അഖിലെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കേസൊന്നുമില്ല. ഇവരല്ലേ പറയണ ഞാൻ പ്രതിയാന്ന്. അവര് പോയി തെളിയിക്കട്ടെന്നേ. എനിക്ക് നേരമില്ല. അവര് പോയി തെളിയിക്കട്ടെ, എനിക്ക് ഇതിനൊന്നും നേരമില്ല.
പിന്നെ ഇന്ന് ഒരുത്തൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ ഭർത്താവ് അവന്റെ അമ്മേനെയും പെങ്ങളെയും ഭാര്യനെയും ഒക്കെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞു. ചേട്ടാ, എന്റെ ഭർത്താവ് പറയണത് ഇവിടെ ചെലവ് കഴിഞ്ഞ് മിച്ചമാണ്, അതുകൊണ്ട് വഴിയിലത്തെ ഓടെ കൂടെ പോകുന്ന ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കേട്ടോ ചേട്ടാ? പിന്നെ മറ്റൊരു വിഷയം, രാത്രിയിലും 10 വെളുപ്പിനും പാതിരാത്രിയിലും ഒന്നും ഇല്ലാതെ ഇൻബോക്സിനകത്ത് എന്റെ സുഹൃത്തുക്കൾ പോലും അല്ലാത്തവർ മെസ്സേജ് ഇട്ടിട്ട് എന്നെ തെറി വിളിക്കുക. എനിക്ക് എത്ര കിട്ടുന്നോ അതിന്റെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കും. അത് സ്നേഹമായാലും ശത്രുതയായാലും രണ്ടും എനിക്ക് ഒരുപോലെയാ. എന്നോട് എങ്ങനെയുണ്ടോ അതേ ലെവലിൽ ഞാൻ തിരിച്ചു പെരുമാറും. കേട്ടല്ലോ? എന്നാ പിന്നെ ഞാൻ അവിടെ പൊക്കോട്ടെ, ഇച്ചിരി ജോലിയുണ്ട്. എന്റെ പത്രത്തിന് പ്രിന്റിംഗ് ഉള്ള ദിവസമാണ്. ഇവന്മാരെ പോലെ ഒരു പണിയില്ലാതിരിക്കുവല്ല ഞാൻ. ആ, അതെ അതെ അതെ, കുരയ്ക്കുന്ന പട്ടിയൊന്നും കടിക്കില്ല. അതുകൊണ്ടല്ലേ ഇവന്മാരോട് ഞാൻ പറഞ്ഞത്. ഇവന്മാർക്ക് എവിടെ നിന്ന് കടിക്കാനൊന്നുമില്ല. ചുമ്മാ കരഞ്ഞോണ്ട് നടക്കുവാന്ന്. ഒരു കാര്യമില്ല, ചുമ്മാ കരഞ്ഞ് എന്റെ പുറകെ നടക്കും. വല്ല കാര്യമുണ്ടോ? ഞാൻ ഇപ്പൊ രാവിലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം നടത്തിയിട്ടാ തിരിച്ചു വന്ന് ഇവിടെ ഇരുന്ന് ലൈവ് ഇടുന്നത്. ഇവന്മാർ ഒരു കാര്യത്തിനും പോകാതെ എന്നെ മേക്കിട്ട് കയറുന്നത് വല്ല കാര്യമുണ്ടോ? പിന്നെ 7 വർഷത്തോളം ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഞാന് ബ്ലാക്ക് മെയിലിംഗുകാരി, തട്ടിപ്പുകാരി, നിങ്ങൾ പറയുന്ന പോലെ വേശ്യ, ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ആരുടെയും കുടുംബത്തോട്ട് നിങ്ങളുടെ അവിടുത്തെ ആളുകളെ പിടിക്കാനും ആണുങ്ങളെ പിടിക്കാനും പെണ്ണുങ്ങളെ പിടിക്കാനും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. എന്ത് വേണമെങ്കിലും ചെയ്തോളുക. കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കുക. എന്റെ വീട്ടിൽ കയറി വെട്ടണമെങ്കിൽ വീട്ടിൽ കയറി വെട്ടിക്കൊള്ളുക. ഒരു പ്രശ്നമില്ല. എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്നെ വെറുതെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചു തരും. ഇങ്ങോട്ട് കിട്ടുന്നത് മൊത്തം സൂക്ഷിച്ചു വെച്ചിട്ട് തിരിച്ചടിക്കും. ഒരു സംശയം വേണ്ട. പിന്നെ നമ്മുടെ പട്ടേരി സ്വാമി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാര്യത്തിലുള്ള സകല തീരുമാനമായി. പട്ടേരി സ്വാമിജികൾ ആദ്യമായിട്ട് എന്നെ റെയ്ഡിന് പിടിച്ചു എന്ന് കണ്ടെത്തിയ മഹാനുഭാവൻ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്റെ കയ്യിൽ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, നിന്റെ കുടുംബക്കാരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. കേട്ടാ പട്ടേരി സ്വാമികളെ? അപ്പൊ ഞാൻ പോട്ടോ സുഹൃത്തുക്കളെ. ഇതൊരു ഷോ കാണിക്കാൻ വന്നതല്ല. ഇനി ഒരു ലൈവിലേക്ക് ഞാൻ ചിലപ്പം അടുത്ത കാലത്തൊന്നും വന്നൊന്നും ഇരിക്കില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തു. നിങ്ങൾ ഉപദ്രവിക്കാവുന്ന മാക്സിമം ഉപദ്രവിക്കുക. എനിക്ക് ജോലിയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, എന്റെ സാമൂഹിക ജീവിതമുണ്ട്, എന്റെ മാതാപിതാക്കളുണ്ട്. എനിക്ക് അവരെ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ, ടാറ്റാ. അപ്പൊ ഫേക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് അപവാദം എഴുതാനുള്ള പുതിയ പുതിയ കഥകൾ കണ്ടെത്തുക. എഴുതുമ്പോ അക്ഷര തെറ്റുകൂടാതെ നല്ല മലയാളം എഴുതുക. വെറുതെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകരെ പറയിപ്പിക്കരുത് ചേട്ടന്മാരെ. ബൈ.